ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയതിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളുടെ വീടിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ട് നമുക്കൊരു കാര്യങ്ങളും ശരിയാകുന്നില്ല എന്ന് പറയുന്നവർ ഈ ഒരു കാര്യങ്ങളും കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക കേട്ടോ. അപ്പം അതാണ് ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത്. അപ്പം നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് പോകരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയറും കൂടെ ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുന്നൊപ്പം തന്നെ ഹൈപ്പും കൂടെ ചെയ്ത് പോയിന്റ് ചെയ്യണേ. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഉപ്പിൻ്റെ കൂടെ ചെയ്യാനും പിന്നെ നമ്മൾ വീടിനെ അങ്ങനെ ഇങ്ങനെ ചെയ്യുന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് എൻ്റെ അനുഭവത്തിലുള്ള കാര്യങ്ങളാണ് കൂടുതൽ ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നിട്ടും അതൊക്കെ ചെയ്തിട്ടും ഒന്നും ശരിയാകുന്നില്ല എന്ന് പറയുന്നവർ ഈ ഒരു കാര്യങ്ങളിലൂടെ നോക്കുക. നമ്മൾ എല്ലാം ശരിയാകുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷേ അതിൻ്റെ അടിത്തറ ശരിയല്ലെങ്കിൽ നമുക്ക് ഒരു കാര്യങ്ങളും നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നും നടക്കില്ല കേട്ടോ. നമുക്ക് നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. നമ്മളിപ്പം വീടിൻ്റെ ആണെങ്കിലും നമുക്ക് ഒരുപാട്, ഞാൻ ഇടയ്ക്ക് കന്നിമൂലയുടെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് എന്നോട് ചോദിച്ചു, കന്നിമൂല എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടോ വീടിന് എന്ന് ചോദിച്ചവർ വരെ ഉണ്ട്, കമൻറ്റ് ഇടുന്നവർ. ഇപ്പോഴത്തെ നമ്മൾ ഉള്ള എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് വീടിൻ്റെ കന്നിമൂലയും. അത് ഓരോ കാര്യങ്ങളും അത് ഈശാനുകോണ്, അതൊക്കെ നമുക്കൊക്കെ അറിയാവുന്നതാണ്. കാര്യം വീട് വെച്ചിട്ടുള്ളവർക്കും വീട്ടിൽ താമസിക്കുന്നവരും എല്ലാവരും നോക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഇപ്പം എല്ലാവരും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാറുണ്ട്. എത്ര വിശ്വാസം ഇല്ല എന്ന് പറയുന്നവരാണെങ്കിലും അവർ രഹസ്യമായിട്ടുള്ള കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിലുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അതിൻ്റേതായ ഗുണങ്ങൾ നമ്മുടെ വീടിന് കിട്ടുന്നതുകൊണ്ടാണ് അങ്ങനെ എല്ലാവരും ചെയ്യുന്നത്. അപ്പം ഇന്നത്തെ ഒരു കാര്യമെന്ന് ഞാൻ പറഞ്ഞാൽ, നമ്മൾ വീട് ഇപ്പം ഓരോ കാര്യങ്ങളും നമ്മൾ പറഞ്ഞ് ഈ വീട്ടിലേക്ക് നമ്മൾ ഇന്ന കാര്യങ്ങൾ ചെയ്താൽ പൈസ വരും, അങ്ങനെ ചെയ്ത് നമുക്ക് ധനവരവ് കൂടും എന്നെല്ലാം പറഞ്ഞു. പക്ഷേ അതിൽ കുറേ കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ട്. അതുപോലൊക്കെയാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മൾ എങ്ങനെയെല്ലാം ചെയ്താലും ഒരു കാര്യങ്ങളും നടക്കുകയില്ല. നമ്മൾ ഒരു കാര്യങ്ങൾ മാത്രമല്ല പല കാര്യങ്ങളും കൂടി ചെയ്യുമ്പോഴാണ് നമ്മുടെ വീടിന് ആ ഒരു ഐശ്വര്യവും കാര്യങ്ങളും എല്ലാം ഉണ്ടാകുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം തന്നെ കന്നിമൂല എന്ന് പറഞ്ഞാൽ നമ്മുടെ തെക്ക് പടിഞ്ഞാറ് മൂലയ്ക്കാണ് കന്നിമൂല എന്ന് പറയുന്നത്. ആ കന്നിമൂല ഭാഗം എന്ന് പറയുന്നത് ആ ഒരു കോണ്, വീടിൻ്റെ നമ്മളിപ്പോൾ ഒരു പെര വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഒരു കോണെന്ന് പറയുന്നത്, ആ കോണുള്ള സ്ഥലത്ത് നമ്മൾ അവിടെ ഒരു ഇച്ചിരി ഉയർന്ന് നിൽക്കണമെന്നാണ് പറയുന്നത്. നമ്മുടെ ബാക്കിയുള്ള മുറ്റത്തിൻ്റെ ഇതിനേക്കാളും ആ സൈഡ് ഒരു ഇച്ചിരി ഉയർന്ന് നിൽക്കണമെന്നാണ് പറയുന്നത്. അതാണ് ആ വീടിൻ്റെ ആ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം എന്നാണ് പറയുന്നത്. ഒരു വീട്ടിൽ ധനവരവ് നിൽക്കാനും എല്ലാം കൂടെ ആയിട്ടുള്ള, ഇപ്പം നമ്മൾ ആ ഒരു വശം നമ്മളിങ്ങനെ നിരപ്പായിട്ടതായിട്ട് കിടക്കുന്നെങ്കിൽ ഒരു ഇച്ചിരി മണ്ണിട്ടാണേലും ആ ഒരു സൈഡ് ഒരു ഇച്ചിരി ഒന്ന് ഉയർത്തി നിർത്തുന്നത് നല്ലതായിരിക്കും എന്നാണ് പറയുന്നത്. ആ ഒരു കോണ് അങ്ങനെ ഉയർന്നു നിൽക്കുന്നതാണ് വീടിന് ഏറ്റവും നല്ലത്. അത് ഞാൻ മാത്രം പറയുന്നില്ല കേട്ടോ, എല്ലാ വാസ്തുവിൻ്റെ ഇത് നോക്കുന്നവർ പറയുന്ന ഒരു കാര്യമാണ്. പിന്നെ ജ്യോത്സ്യന്മാർ പറയുന്നുണ്ട്, അവരും പറയുന്നുണ്ട്, ജ്യോത്സ്യം നോക്കുന്നവരും പറയുന്നുണ്ട് ആ ഒരു മൂല ഇച്ചിരി ഉയർന്നു നിൽക്കണം. അത് സത്യമാണ്. ആ ഒരു മൂല താന്ന് കിടന്നാൽ നമുക്ക് വീട്ടിലേക്ക് യാതൊരു ഉയർച്ചയും ഉണ്ടാകത്തില്ല. അതുപോലെ തന്നെ ആ സ്ഥലത്ത് തുളസി നടരുതെന്ന് ഒത്തിരി പേരോട് ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു, പിന്നെ തുളസിയൊക്കെ കിളുത്ത് വരുന്നതിന് സ്ഥാനം നോക്കുമെന്ന് വെച്ച്. പക്ഷേ ആ മൂലയ്ക്ക് നിങ്ങൾ തുളസി നട്ടിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പാണ് നിങ്ങൾക്ക് ദോഷങ്ങൾ മാത്രമേ വരത്തുള്ളൂ. പിന്നെ നമ്മുടെ വടക്ക് വശത്തും കിഴക്ക് വശത്തും ഒക്കെ തുളസി നിൽപ്പുണ്ടെങ്കിൽ അവിടെ നിൽക്കുന്നതുകൊണ്ട് ദോഷമില്ല എന്നും പറയുന്നുണ്ട്. പക്ഷേ ഞാൻ നടാറില്ല. അവിടെ കിളുത്ത് വന്നാലും ഞാൻ അതോടെ നിന്ന് മറിച്ച് എവിടെയെങ്കിലും മാറ്റി നടുവാണ് ചെയ്യുന്നത്. തുളസി, മുക്കൂറ്റി ഇതൊക്കെ അവിടെ കിളുത്ത് വരാൻ പാടില്ല. കിളുത്ത് വന്നാൽ അത് മാറ്റണമെന്നുള്ളതാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈശാനുകോണം എന്ന് പറഞ്ഞാൽ അവിടെ കൂടുതലും അവിടെ ജലാംശം കൂടുതലുള്ള, അവിടെ കിണർ കാര്യങ്ങളൊക്കെ വരുന്നത് ഏറ്റവും നല്ലതെന്നാണ് പറയുന്നത്. ജല സാന്നിധ്യം കൂടുതലുള്ള സ്ഥലം എന്നാണ് പറയുന്നത്. അവിടെ കിണർ വരുന്നതും ഒക്കെ ഒരു വീടിന് നല്ല ഐശ്വര്യമാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ, വീടിന് മിറ്റം എന്തോരം വലുപ്പമുണ്ടോ അത്രയും ഐശ്വര്യം നമ്മുടെ വീട്ടിലേക്ക് വരുമെന്നാണ് പറഞ്ഞത്. ഇപ്പം എല്ലാവരെയും മിറ്റം തൂക്കാനുള്ള മടിക്കും ഒക്കെ ഇടുന്നതെന്നറിയോ, ഇച്ചിരി മിറ്റവേ എടുത്തുള്ളൂ. പക്ഷേ അത് ആ വീടിൻ്റെ ഒരു നെഗറ്റീവാണ് കൊണ്ടുവരുന്നത്. നമ്മൾ കണ്ടിട്ടില്ലേ പഴയ വീടുകളൊക്കെ, നല്ല സമ്പന്നരുടെ വീടുകളാണെങ്കിൽ പോലും ആ വീടിന് മിറ്റം ഫ്രണ്ട് വശം നല്ലപോലെ കാണും. അപ്പോൾ ഞാൻ ഇവിടെ ഈ വീട് വെച്ചപ്പോൾ എനിക്കിങ്ങനെ ഒരു കാര്യം അറിയത്തില്ലായിരുന്നു. എങ്കിലും ഈ വീട് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് മിറ്റം നല്ലപോലെ വേണമെന്ന് ഞാൻ പറഞ്ഞത്. കാര്യം വെച്ചാൽ എനിക്ക് ചെടികൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചെടികൾ ഒത്തിരി വെക്കാൻ വേണ്ടിയാണ് മിറ്റം വേണമെന്ന് പറഞ്ഞത്. അപ്പം ഞാൻ ഇവിടെ മിറ്റം നല്ല, എൻ്റെ എല്ലാവരും ചോദിക്കും തൂത്ത് ഇടപാട് തെറ്റില്ലെന്ന്. പക്ഷേ എന്നാലും കുഴപ്പമില്ല, തൂത്ത് വൃത്തിയാക്കിയൊക്കെ ഇട്ടോളാം. പക്ഷേ എനിക്ക് മിറ്റം ഒരുപാട് വേണം. നമുക്കൊന്ന് ഇറങ്ങി നടക്കാനാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പോൾ ആ സമയത്തൊക്കെ ഇവർ കുഞ്ഞുങ്ങളായിരുന്നു, പിള്ളേർ, അവർക്കൊന്ന് സൈക്കിൾ ചവിട്ടാനൊക്കെ ആ ഒരു ദിവസത്തിലാണ് ഞാൻ മിറ്റം വേണമെന്ന് പറയാം. പക്ഷേ പിന്നീട് എന്നോട് കണ്ടവരെല്ലാം പറഞ്ഞു നമ്മുടെ വീടിൻ്റെ മിറ്റം എപ്പോഴും ഫ്രണ്ട് വശം, ബാക്ക് വശമല്ല ഫ്രണ്ട് വശം എപ്പോഴും നമുക്ക് കൂടുതലായിട്ട് വേണം. ആ ഒരു ഇതാണ് ഐശ്വര്യമാണ് നമ്മുടെ വീടിന് കിട്ടുന്നത്. ആ ഒരു ഇത് വന്ന ആ ഒരു വലിപ്പം, മിറ്റം ഫ്രണ്ട് വശം നല്ല വലിപ്പമുള്ളതാണെങ്കിൽ ആ ഒരു ഐശ്വര്യം നമ്മുടെ വീടിന് ഉണ്ടാവുമെന്നാണ് പറയുന്നത്.
അതുപോലെ തന്നെ നമ്മൾ പറയും ഒരു റൂം മാത്രമേ ഉള്ളൂ, ഞാൻ എങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യും, വിളക്ക് കത്തിക്കും, അടുപ്പ് കത്തിക്കും എന്നൊക്കെ. ഒരു റൂം കൊണ്ടിരിക്കുന്നവരുണ്ട്, അതിനകത്ത് നമ്മൾ ഓരോന്നും വെക്കേണ്ട സ്ഥലത്ത് കൃത്യമായിട്ടാണ് നമ്മൾ വെച്ചേക്കുന്നത്. ഒരൊറ്റ റൂം ആണെങ്കിൽ ആ ഒരൊറ്റ റൂമിൽ നമുക്ക് ചുറ്റിനും ഒരു വലിയ വീടാക്കി നമുക്കത് മാറ്റിയെടുക്കാനുള്ള ഐശ്വര്യം നമുക്ക് കിട്ടും. അത്രയ്ക്ക് സമ്പത്ത് നമ്മളിലേക്ക് വരികയും ചെയ്യും, നമുക്ക് അതിനുള്ള ഐശ്വര്യം കിട്ടുകയും ചെയ്യും, നമുക്കത് വലുതാക്കുകയും ചെയ്യും. അതിനാണ് ഈ ഓരോന്നും വെക്കുന്നതിന് ഓരോ സ്ഥാനം ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ പറയാം അങ്ങനെ സ്ഥാനം നോക്കി ഒന്നും അല്ല ഞാൻ വെച്ചേക്കുന്നത്, എനിക്കൊരു കുഴപ്പമില്ല. പക്ഷേ നിങ്ങളൊന്നും നോക്കാതെ വെച്ചിട്ടുണ്ടെങ്കിലും അത് കറക്റ്റ് സ്ഥലത്തായിരിക്കും ഇരിക്കുന്നത്, അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ദോഷങ്ങളൊന്നും സംഭവിക്കാത്തത്. മിക്കവരും പറയും ഇത് അന്ധവിശ്വാസങ്ങളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയും. പക്ഷേ എൻ്റെ അനുഭവത്തിലൂടെ തന്നെയാണ് ഞാൻ മുഴുവൻ കാര്യങ്ങളും പറയുന്നത് കേട്ടോ. എനിക്ക് ഇതുപോലെ ഓരോ കാര്യങ്ങളും, പിന്നെ എനിക്കറിയാൻ പറ്റാത്ത കാര്യങ്ങളെ മറ്റുള്ളവരോട് ചോദിച്ച് പഠിച്ച് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ ചിലർ വടക്ക് വശത്തോട്ട് അലമാരി തുറക്കുന്നത് നല്ലതാണെന്ന് പറയുമ്പോൾ മിക്കവരും എന്നെ ചെയ്യുന്നത് ഈ അലമാരി വടക്ക് വശത്തായിട്ട് വെക്കും. ഈ വടക്ക് വശത്തായിട്ട് വെക്കും, വടക്ക് പടിഞ്ഞാറ് സൈഡിലായിട്ടൊക്കെ അലമാരി വെക്കുമ്പോഴത്തേക്കുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ അത് വായുകോണാണ്. അവിടെ നമ്മൾ അലമാരി വെച്ചാൽ നമുക്ക് യാതൊരു ഗുണവും കിട്ടത്തില്ല, നമ്മുടെ കയ്യിലുണ്ടാകുന്ന പൈസ മുഴുവൻ നമുക്ക് നഷ്ടപ്പെട്ടു പോകത്തേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഈ തെക്ക് പടിഞ്ഞാറ് വശത്ത് അലമാരി വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഈ വടക്ക് വശത്തോട്ട് ഈ അലമാരി നമ്മൾ തുറക്കുകയാണ് ചെയ്യേണ്ടത്. അവിടെ അങ്ങോട്ട് തുറന്നാണ് നമ്മൾ എടുക്കേണ്ടത്. അലമാരി തുറക്കുമ്പം അത് വടക്ക് വശത്തോട്ട് തുറന്ന് വരണം, അതാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ വടക്ക് വശത്ത് അലമാരി വെക്കുക എന്നല്ല ഉദ്ദേശിക്കുന്നത്. വടക്ക് വശത്തോട്ട് നമ്മൾ തുറക്കുമ്പോൾ അലമാരി തുറക്കുന്നത്, അതാണ് ഒരു കാര്യങ്ങൾ. ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്ക് ചിലർ വിചാരിക്കും വടക്ക് വശത്താണ് അലമാരി വെക്കണമെന്ന് പറയാം. അലമാരി വടക്ക് വശത്തല്ല വെക്കേണ്ടത്, തെക്ക് വശത്ത് വെക്കാം. നമ്മൾ വടക്ക് വശത്ത് നിന്ന് തെക്കോട്ട് നിന്ന് വേണം അലമാരി തുറക്കാനായിട്ട്. അപ്പോൾ അലമാരി തുറന്ന് വരും അത് വടക്ക് വശത്തോട്ടായിരിക്കണം അത് തുറന്ന് വരുന്നത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ഇന്നലെ ഒരു വീഡിയോ പറഞ്ഞായിരുന്നു, നമ്മുടെ തെക്ക് പടിഞ്ഞാറ് മൂലയ്ക്ക് കുഴികൾ വരാൻ പാടില്ല, സേഫ്റ്റി ടാങ്ക് വരാൻ പാടില്ല, കിണർ, അതൊക്കെ നമുക്ക് ദോഷങ്ങളാണ് നമ്മുടെ വീടിന് വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചാൽ കുഴക്കിണർ കുഴിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ, കുഴക്കിണറും ഒരു കുഴിയാണ്, ആ കുഴി അവിടെ വരുന്നത് നമ്മുടെ വീടിന് ദോഷം തന്നെയാണ്. നമ്മൾ ഇനിയിപ്പോൾ ആ ഒരു തെക്ക് വീടിൻ്റെ ആ ഒരു മുറ്റത്തിന് ചേർന്ന് തെക്ക് വശത്തായിട്ടാണ് ഇനി കുഴക്കിണർ കുഴിച്ചേക്കുന്നതെന്ന് തന്നെ ഇരിക്കട്ടെ, നമുക്ക് എന്നാലും അതിപ്പോൾ നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. നമ്മൾ നല്ലപോലെ പൈസ മുടക്കി ചെയ്യുന്നൊരു കാര്യം, എന്നാലും പെരയോട് ചേർത്തയക്കാലും കുഴക്കിണർ കുഴിക്കത്തില്ല, ആ ഒരു സൈഡിലായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അതിനെയാണെന്ന് വെച്ചാൽ ചെറിയൊരു കെട്ട് കെട്ടി നിങ്ങളിങ്ങനെ തിരിക്കാമെങ്കിൽ ഉണ്ടല്ലോ, അത് യാതൊരു ദോഷവും പിന്നെ നമ്മുടെ വീടിനെ ആ ഒരു കിണർ കൊണ്ട് നമ്മുടെ വീടിനെ ബാധിക്കുന്നില്ല. നമ്മളൊരു ചെറിയ കെട്ട്, അതിപ്പം വലിയ മതിൽ കെട്ടിയതായിട്ടൊന്നും വേണമെന്നില്ല, കുറച്ച് കാട്ടുകല്ല് പെറുക്കി വെച്ചാണെങ്കിൽ ഇച്ചിരി മണ്ണിട്ട് ഒരു കുഞ്ഞ് കയ്യാല പോലെ നമ്മളിങ്ങനെ കെട്ടി അങ്ങ് തിരിക്കാന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ആ വീടുമായിട്ടൊരു ബന്ധവും വരത്തില്ല കുഴക്കിണറിന് കേട്ടോ. ഇതും എനിക്കൊരു വാസ്തു പറഞ്ഞു തന്ന കാര്യമാണ്. അങ്ങനെ നമ്മൾ തിരിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പവും വരത്തില്ല എന്ന് പറഞ്ഞാണ്. അത് തന്നെയല്ല ഞങ്ങൾക്ക് ഇവിടെ കിണറിൻ്റെ സ്ഥാനം നോക്കാൻ വന്നപ്പോഴും ഞങ്ങൾ പരിപാടിയെല്ലാം കഴിഞ്ഞാണ് കിണർ വെച്ചത്. കാര്യം നമുക്കിവിടെ വെള്ളം എപ്പോഴും കിട്ടുന്നതായിരുന്നു. പിന്നെ ഈ നമുക്ക് വെള്ളപ്പൊക്കമൊക്കെ വന്ന സമയത്തൊക്കെ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ വന്നുകൊണ്ടാണ് കിണർ പിന്നെ നമുക്ക് വേണം എന്ന് തീരുമാനിച്ചത്. കാര്യം പൈപ്പൊക്കെ വെള്ളം വരാതൊക്കെ ആയപ്പോഴത്തേക്ക്. ഇപ്പം നമുക്ക് പൈപ്പ് വെള്ളമുണ്ട്, പക്ഷേ അന്ന് ആ കിണർ കുഴിക്കാൻ നേരം നമ്മുടെ പറമ്പിലായിരുന്നു. അപ്പോൾ ആ കിണറിൻ്റെ സ്ഥാനം കാണുമ്പോൾ ആളോട് ഞാൻ ചോദിച്ചു, ഇവിടെ ഈ കിണർ വരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ദോഷമുണ്ടോ എന്ന് ചോദിച്ചു. പിന്നെ അതുപോലെ ഞാൻ ചോദിച്ചു, ഈ അയലൊക്കത്തുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും ദോഷം, ചിലരൊക്കെ എന്നോട് പറഞ്ഞു ആ കിണർ അവിടെ വന്നാൽ ഞങ്ങൾക്ക് ദോഷമാണ്, ഞങ്ങളുടെ വീട്ടിലുള്ളവർക്ക് ദോഷമാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കാൻ ചോദിച്ചപ്പം ആ കിണറിൻ്റെ സ്ഥാനം നോക്കി ആൾ പറഞ്ഞു, നിങ്ങളുടെ പറമ്പിൽ എവിടെ കിണർ വന്നാലും ആർക്കും ഒരു ദോഷവും വരാൻ പോകുന്നില്ല. കാര്യം എല്ലാവരും അതിന് തിരിച്ചാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ആ അതിനിപ്പുറത്താണ് വന്നിരിക്കുന്നത്, നിങ്ങൾക്കും വരത്തില്ല. നിങ്ങളുടെ ഇത് ഒറ്റ പറമ്പായിട്ട് കിടക്കുന്നതാണ്, നിങ്ങൾ മതിൽ കെട്ടി തിരിച്ചേക്കുന്നതുകൊണ്ട് പറമ്പിൽ എന്നാ നട്ടാലും എന്നാ ചെയ്താലും നിങ്ങൾക്ക് ദോഷം വരികയെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞു തന്നാണ്, ഇങ്ങനെ സൈഡിൽ കൂടെ നമ്മളിപ്പോൾ ഒരു കിണറാണെങ്കിൽ പോലും നമ്മൾ കെട്ടി തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദോഷമില്ല, വീടിന് പിന്നെ ദോഷമില്ല. പിന്നെ പൂജാമുറി വരുന്ന കാര്യം ചോദിച്ചായിരുന്നു. പൂജാമുറി വരുന്നത് വടക്ക് കിഴക്ക് ഭാഗത്ത് ഈശാനുകോണി പൂജാമുറി വരുന്നത് നമുക്ക് നല്ല ഐശ്വര്യമാണ് കേട്ടോ. അത് എൻ്റെ അനുഭവം കൂടെ വെച്ച് ഞാൻ പറയുകയാണ്. ഞാൻ ആദ്യമേ എൻ്റെ പൂജാമുറി വെച്ചിരുന്നത് വെളിയിലായിരുന്നു ആദ്യം കത്തിച്ചുകൊണ്ടിരുന്നത്, പൂജാമുറി ആയിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഹോളിനകത്ത് തെക്ക് കിഴക്ക് ഭാഗത്തായിട്ട് ഞാൻ കത്തിച്ചു. അതും എന്നത് ഭയങ്കര ദോഷങ്ങളായിരുന്നു കേട്ടോ. ഒരു കാര്യങ്ങൾ അങ്ങോട്ട് മുന്നോട്ട് പോകത്തില്ലെന്നേ. അന്ന് പൈസയൊക്കെ ഇഷ്ടംപോലെ കയ്യിലോട്ട് വരുന്നുണ്ട്. ഈ പൈസയൊക്കെ വന്നു കഴിഞ്ഞത് ഇതുവഴിയാണ് പോകുന്നതെന്ന് പോലും അറിയുന്നില്ല. നമുക്കൊന്നിനും അങ്ങോട്ട് തികയത്തില്ല. നമുക്ക് വീണ്ടും വീണ്ടും കടങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമ്മുടെ കയ്യിൽ എത്ര കിട്ടിയാലും നമുക്കതൊന്നും തികച്ച് അങ്ങോട്ട് എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. അന്നേരം എല്ലാം ചിന്തിക്കും തന്നെ ഇങ്ങനെ പ്രശ്നങ്ങൾ വരുന്നത്. അങ്ങനെ ഞങ്ങൾ പിന്നെ ഈ പൂജാമുറി എവിടെ വെക്കേണ്ടതെന്നൊക്കെ ഇങ്ങനെ നോക്കിയെല്ലാം വന്നപ്പോഴാണ് പൂജാമുറി വെക്കേണ്ടത് കിഴക്ക് വടക്ക് ഭാഗത്താണെന്ന് മനസ്സിലായത്. അവിടോട്ട് ഞങ്ങൾ മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ നല്ല മാറ്റമാണ് വീട്ടിൽ വന്നത്. ഒത്തിരി മാറ്റങ്ങൾ വന്നു കേട്ടോ. ഞങ്ങൾക്ക് സാമ്പത്തികത്തിൻ്റെ ആ ഒരു പ്രശ്നം തന്നെ, ഞാൻ കൈ പൈസ വരുന്നുണ്ട്, ഞങ്ങളുടെ വണ്ടിക്ക് ഓട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്, കൈ പൈസ കിട്ടുന്നുണ്ട്. പക്ഷേ ആ പൈസ ഇങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ വണ്ടി പണിയാനായിട്ട് അതുപോലെ അങ്ങ് പോകും. എന്നേലും ഒരു കംപ്ലയിൻറ്റ് വരും, അല്ലെങ്കിൽ വീട്ടിൽ
ആർക്കെങ്കിലും ഒരു അസുഖം വരിക, അങ്ങനെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ഒരു പാഴ്ചലവായിട്ട് പോലും നമ്മളത് മേടിക്കാൻ ഉദ്ദേശിച്ച സാധനമേ ആയിരിക്കത്തില്ലായിരിക്കും, അതിപ്പോഴൊന്നും നമുക്ക് ആവശ്യമുള്ളതും ആയിരിക്കത്തില്ല, അത് പോയി മേടിച്ചോണ്ട സമയത്ത് നമ്മൾ വന്നിരിക്കും. അങ്ങനെയൊക്കെ പൈസ കയ്യിൽ നിന്ന് ചിലവായി പോയിരുന്നു കേട്ടോ. പക്ഷേ പൂജാമുറി ആ ഒരു ഇരിക്കേണ്ട സ്ഥാനത്തായപ്പോഴത്തേക്കുണ്ടല്ലോ അതിനൊക്കെ ഒരു കൺട്രോൾ വരാൻ തുടങ്ങി, പൈസ നമുക്ക് സേവ് ചെയ്യാൻ പറ്റാൻ തുടങ്ങി. അങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആ ഒരു പ്രശ്നങ്ങളെല്ലാം നികത്തി നമുക്ക് കൊണ്ടുവരാൻ പറ്റി. അതുപോലെ തന്നെ ബാത്റൂം നമ്മുടെ വടക്ക് കിഴക്ക് ഭാഗത്ത്, തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത്, അതുപോലെ തന്നെ തെക്ക് കിഴക്ക് ഭാഗത്തും ബാത്റൂം വരുന്നത് ഭയങ്കര ദോഷം തന്നെയാണ് കേട്ടോ. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. എനിക്കറിയാവുന്നൊരു വീട്ടിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് അവരോടത് പറഞ്ഞു. അവർ ചെയ്ത് എന്നാന്ന് വെച്ചാൽ ബാത്റൂം അവിടെ വന്നൊപ്പം തന്നെ അവർ ഒന്ന് ചെറിയൊരു ഇതുപോലൊക്കെ പിടിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞാലും അവർക്കത് ഭയങ്കര ദോഷമാണ്, നമുക്ക് ഭയങ്കര ദുഃഖമാണ് നമുക്ക് തരുന്നത്. നമുക്ക് താങ്ങാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ ദുഃഖമായിരിക്കും തരുന്നത്. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. അത് വെച്ചപ്പോഴേ എല്ലാവരും ഇതിന് പറയുകയും ചെയ്തു അത് ഭയങ്കര ദോഷമുള്ളൂ എന്ന്. പക്ഷേ അത് ആ പേര് പണിതുകൊണ്ടിരുന്ന പുള്ളി പറഞ്ഞു അത് ദോഷമൊന്നുമില്ല, അത് വേണ്ട അവിടെ അങ്ങനെ കാണിച്ചിട്ടുണ്ട് ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ ബാത്റൂം വന്നത് ശരിക്കും ദോഷം തന്നെയായിരുന്നു. അത് നമുക്ക് ഒരിക്കലും നമുക്ക് എങ്ങനെയാണ് പറഞ്ഞാൽ തീരാത്തത്രയും ദുഃഖങ്ങളാണ്. ജീവിതകാലം മൊത്തം നമുക്കതൊരു ദുഃഖമായിട്ടുള്ള ഒരു അനുഭവങ്ങളൊക്കെയാണ് നമുക്കതിൽ നിന്ന് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള പാതകം നിങ്ങൾ ഇനി പെര വെച്ചവരാണേലും അങ്ങനെയുള്ള കാര്യങ്ങൾ പെര വെക്കാൻ പോകുന്നതിനായിട്ടുള്ള അങ്ങനെ. പിന്നെ ഇപ്പോഴത്തെ പെരയെന്നൊക്കെ പറഞ്ഞാൽ എല്ലാം വാസ്തുവിനെ കൊണ്ട് നോക്കിച്ചിട്ട് ചെയ്യുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവും കേട്ടോ. എല്ലാം നമ്മളൊരു വാസ്തുവിനെ കാണിച്ച് ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. അല്ലാതെ നമ്മൾ സ്വന്തമായിട്ട് നമുക്കൊരു പ്ലാൻ വേണം വീടിനെ പറ്റി, നമുക്കൊരു ഐഡിയ വേണം. നമ്മുടെ വീട് ഇങ്ങനെ ഇരിക്കണം, ഇങ്ങനെ പോലെ ആയിരിക്കണം എന്നൊരു അഭിപ്രായം വേണം നമുക്ക്. ആ അഭിപ്രായം നമ്മൾ വാസ്തുവിനോട് പറയുക. അപ്പോൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് നമുക്ക് തരും അവർ. ഇപ്പം എല്ലാവരും അങ്ങനെയാണ്, നല്ല വാസ്തുവായിരിക്കണം, അല്ലാതെ ഏതെങ്കിലും ഒരിതായിട്ടുള്ളതായിരിക്കില്ല. ഇപ്പം പഠിച്ചിറങ്ങുന്ന ഒരുപാട് പേരുണ്ട്, നല്ല വ്യക്തമായിട്ട് അവർക്ക് കാര്യങ്ങൾ അറിയാവുന്നവർ. അതുപോലെ തന്നെ എനിക്ക് കമൻറ്റിൽ ഒരാൾ ചോദിച്ചായിരുന്നു സ്റ്റെയർ ഫ്രണ്ട് ഡോറിൻ്റെ അവിടെ നിന്ന് വരുന്ന ദോഷമുണ്ടോ ഇല്ലോ എന്ന് ചോദിച്ചായിരുന്നു. സ്റ്റെയർ നമ്മൾ ഫ്രണ്ട് ഡോറ് തുറക്കുന്നതേ നമ്മൾ സ്റ്റെയറാണ് നേരെ കാണുന്നെങ്കിൽ ആ വീട്ടിൽ യാതൊരു ഐശ്വര്യം ഉണ്ടാകത്തില്ല, ദോഷങ്ങൾ മാത്രമായിരിക്കും ഉണ്ടാകുന്നത്. അവിടെ ഒരു നെഗറ്റീവായിരിക്കും, അസുഖങ്ങൾ ഒരിക്കലും മാറുകയില്ലെന്നാണ് പറയുന്നത്. നമുക്ക് ഒരു ഉയർച്ചയും നമുക്കുണ്ടാകത്തില്ല, നമ്മളിങ്ങനെ അങ്ങ് ജീവിച്ച് പോകുന്നതേ ഉള്ളൂ, അല്ലാതെ ഒരു ഉയർച്ചയും ഉണ്ടാകത്തില്ല. ഒരുപാട് സങ്കടങ്ങളും പ്രയാസങ്ങളും മാത്രമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകത്തേ ഉള്ളൂ. അപ്പം നമ്മൾ ഫ്രണ്ടിൽ ഡോറ് തുറക്കുന്നതേ കാണുന്നത് ഈ സ്റ്റെയർ ആണെങ്കിൽ ദോഷമാണ്. അതുപോലെ തന്നെ നമ്മുടെ വീടിലെ ഫ്രണ്ടിലെ ഡോറിനായിട്ട് മറയായിട്ട് ഇങ്ങനെ തണലായിട്ട് മരങ്ങൾ നിൽക്കുന്നതും ദോഷമാണെന്നാണ് പറയുന്നത്. അങ്ങനെ നിൽക്കുന്നത് നമുക്ക് ദോഷമാണ്. എനിക്കൊന്ന് ഇപ്പോൾ ആരും അങ്ങനെ മരങ്ങളൊന്നും ഇപ്പം എല്ലാം ലോക്കായിട്ടല്ലേ ഇടുന്നത്, അതുകൊണ്ട് മുറ്റത്തെങ്ങും ഒരു കുന്തവും കാണുകയില്ല, ചെടി പോലും കാണുകയില്ല. ലോക്കായിട്ടൊക്കെ ഇട്ട് എല്ലാം സെറ്റാക്കുന്നവരാണ് മിക്കവരും. പിന്നെ അല്ലാതുള്ളവർ ആരെങ്കിലുമൊക്കെ അങ്ങനെ മരങ്ങളൊക്കെ നട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു മരങ്ങൾ ആ വാതിലിന് വരുന്നത് നമ്മുടെ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്, നമ്മുടെ വീട്ടിലേക്കുള്ള പോസിറ്റീവായിട്ടുള്ളതിനെ തടഞ്ഞു നിർത്തുകയാണ് ചെയ്യുന്നത്. അതുപോലെ ചിലരൊക്കെ പറയുന്നു തെക്ക് വശത്ത് ഞങ്ങൾക്ക് വീടിൻ്റെ ഡോർ വന്നിട്ട്, പക്ഷെ അങ്ങനെ വരാൻ പാടില്ലെന്നാണ് പറയുന്നത് കേട്ടോ. തെക്ക് വശത്ത് അല്ലെങ്കിൽ ആ വീടിന് എന്തെങ്കിലും ഒരു ചെരിവോ ഒക്കെ കാണും, കറക്റ്റ് തെക്ക് വശത്തായിരിക്കില്ലായിരിക്കും ആ ഡോർ ഇരിക്കുന്നത്. തെക്ക് വശത്ത് ഡോറ് വരുന്നത് നമ്മുടെ വീട്ടിൽ ദുഃഖകരമായ കാര്യങ്ങൾ മാത്രമാണ്, അത് ശരിക്കും ദോഷമാണെന്നുള്ളതാണ്. അത് ഒത്തിരി പേരെ അവർ ഈ തെക്ക് വശത്ത് ഇങ്ങനെയുള്ളത് ഡോറുള്ളത് അവർക്ക് ഇപ്പോഴും അറിയാം, അവരുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ അവരെപ്പോഴും അത് പറയാറുണ്ട്, എന്നോട് തന്നെ പറയാറുണ്ട്. തെക്ക് വശത്ത് അന്ന് അറിയില്ലായിരുന്നു, അങ്ങനെ തെക്കോട്ട് വാതിൽ വരാൻ പാടില്ലെന്ന് അറിയത്തില്ലായിരുന്നു എന്ന് പറഞ്ഞു. ആ ഡോറ് വന്ന് ആ സിറ്റ് ഔട്ട് എന്നിരിങ്ങനെ തുറന്ന് കിടക്കുന്ന സിറ്റ് ഔട്ടാണ്, നേരെ വന്നിങ്ങനെ തെക്ക് വശത്തോട്ട് തന്നെയാണ് ഇറങ്ങുന്നത്. അതല്ലെങ്കിൽ ഇനി തെക്ക് വശത്തോട്ട് ഇപ്പോൾ ഡോറ് വന്നെന്ന് പറഞ്ഞാലും നമ്മളവിടെ ആ സിറ്റ് ഔട്ടൊന്ന് ഒരു ചെറിയൊരു ഇതുപോലെ കെട്ടി തിരിച്ച് നമ്മൾ വേറെ ഏതെങ്കിലും ഒരു ദിക്കിലേക്ക് നമ്മൾ ഇറങ്ങുന്നതായിട്ട് എടുക്കുകയാണെങ്കിൽ, കിഴക്ക് വശത്തോട്ട് ഇറങ്ങുന്നതായിട്ട് എടുക്കുകയാണെങ്കിൽ അത്രയും കുഴപ്പം വരികയില്ലെന്നാണ് പറയുന്നത്. അപ്പം തെക്ക് വശം എപ്പോഴും നമ്മുടെ അടഞ്ഞിരിക്കണമെന്ന് പറയും, തുറന്ന് കിടക്കുന്ന വാതിലുള്ളതായിരിക്കില്ലെന്നാണ് പറയുന്നത്. അതേസമയം നമുക്ക് വടക്ക് വശത്ത് ഓപ്പൺ ഏരിയ ആയിട്ട് കിടന്ന ഡോറ് വരുന്നത് നല്ലതുമാണെന്നാണ് പറയുന്നത്. വടക്ക് വശത്ത് നമുക്ക് ഡോർ ഉണ്ടെങ്കിൽ അതിന് ഒരു ദോഷവും ഇല്ലെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പറയുന്നൊരു കാര്യമാണ് കന്നിമൂല തുറന്ന് കിടക്കാൻ പാടില്ല. ഞാനിത് കഴിഞ്ഞ ദിവസം വീഡിയോ പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു കന്നിമൂല തുറന്ന് കിടക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു അതുകൊണ്ട് ദോഷം എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. പക്ഷേ അതിൻ്റെ താഴെ ഒരാൾ വന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കന്നിമൂല തുറന്ന് കിടക്കുന്നതിൻ്റെ ദോഷങ്ങൾ എന്നതൊക്കെയാണ് അവർ അനുഭവിച്ചതെന്നുള്ളത്. ഞാൻ ആ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലുള്ള ദോഷങ്ങൾ സംഭവിക്കും കേട്ടോ. കന്നിമൂല തുറന്ന് കിടന്നാൽ നമുക്ക് ഒരു ഉയർച്ചയും ഉണ്ടാകത്തില്ല. ആ ഒരു തിണ്ണ വന്നാൽ
ചില മിക്കയിടത്തും ആ വശം തിണ്ണ വരാറുണ്ട് ചില വീടിൻ്റെയൊക്കെ. അത് കൂടുതലും എന്നാന്ന് ചോദിച്ചാൽ പടിഞ്ഞാറോട്ട് ഡോറ് വരുന്നതാണ് ഈ കന്നിമൂല തുറന്ന് കിടക്കുന്ന മിക്ക. അല്ലെങ്കിൽ അവിടെ ഒരു പോർച്ചായിരിക്കും വരുന്നത്. പോർച്ച് വന്നാലും അത് തുറന്നാണ് കിടക്കുന്നത്. അത് ആ വീടിനോട് ചേർന്നുള്ളതാണ്. അതേസമയം ആ വീടിനോട് ചേർന്ന് അല്ലാതെ മാറ്റിയാണ് പോർച്ച് പണിയുന്നെങ്കിൽ അതിന് കുഴപ്പമില്ല. ആ വീടിനോട് ചേർന്നാണ് കിടക്കുന്നെങ്കിൽ ആ ഡോറ് വരുന്ന വശം, ആ ഓപ്പണായിട്ട് കിടക്കുന്ന വശം നമ്മുടെ വീടിന് ഭയങ്കര ദോഷമാണ്. ഒരു ഉയർച്ച ഉണ്ടാകത്തില്ല കേട്ടോ. കന്നിമൂല തുറന്ന് കിടന്നാൽ ദുഃഖങ്ങൾ മാത്രമേ ഉള്ളൂ. അതും നമുക്ക് എണ്ണിയാ തീരാത്ത ദുഃഖങ്ങളാണ്. എപ്പോഴും ആ വീട്ടിലാണെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ എപ്പോഴും പ്രശ്നങ്ങളായിരിക്കും. അവർക്ക് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്നേലുമൊക്കെ പ്രശ്നങ്ങളായിരിക്കും അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാര്യവും കാണത്തില്ലായിരിക്കും. എപ്പോഴും വഴക്കുമ്പോൾ എത്ര സ്നേഹത്തിരിക്കുന്ന ആളാന്ന് പറഞ്ഞാലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തിൻ്റെ ഒരു കാര്യം പറയാനായിട്ട് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ഒത്തിരി പേര് ഇത് കമൻറ്റിലൂടെ ചോദിച്ചുകൊണ്ടാണ് ഞാൻ പിന്നെ വീഡിയോ ആയിട്ടങ്ങ് ചെയ്തേക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. ഇനി ഇതിൽ കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റിലൂടെ കുറേ കാര്യങ്ങളൊക്കെ എന്നോട് കൂടെ പറഞ്ഞു തരിക. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാൻ പറ്റാത്ത കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യാം. അപ്പോൾ ഇനി നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അടുത്ത വീഡിയോയിലൂടെ അടുത്ത മറ്റു കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.